ഹലോ, നമുക്കിന്ന് ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. നമ്മളിത് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാറുണ്ട്. അതിൽ നിന്ന് കുറച്ച് ആൽമണ്ട് ബദാം എടുത്തിട്ട് ഒരു 10-20 ബദാം എടുത്തിട്ട് വെള്ളത്തിൽ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കാം. അല്ലെങ്കിൽ അന്ന് കുറച്ച് ചൂടുവെള്ളത്തിൽ 1 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ഒരു 10ഓളം ഡേറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞ് വാഷ് ചെയ്തെടുത്തിട്ട് ഒരു 1/4 കപ്പ് പാലോളം എടുത്ത് അതിലേക്ക് മുങ്ങിക്കിടക്കുന്ന അതുപോലെ പാൽ വെച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കും. നമ്മളിതിൽ ഒട്ടും പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിനുവേണ്ടി നമ്മൾ ഡേറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ അത് ഡേറ്റ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാൻ ഡേറ്റ്സ് കുറച്ച് കുഞ്ഞിതായതുകൊണ്ടാണ് ഞാൻ ഒരു 10-15 എടുത്തേക്ക്. നല്ല വലിയ ഡേറ്റ്സ് ആണെങ്കിൽ ഒരു 9-10 അത്രയൊക്കെ മതി. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 2.5 സ്പൂൺ കസ്കസ് ആണ്. ഞാനിവിടെ കസ്കസും ചിയാ സീഡും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കസ്കസ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ചിയാ സീഡ് മാത്രമായിട്ടോ എടുക്കാം. ഞാൻ അതിനൊന്ന് ടാപ്പിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിപ്പോൾ കുറച്ച് പാല് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിലായാലും ഒഴിച്ച് വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് മുങ്ങാൻ കരുതി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ലപ്സ് ഒന്നും ഇല്ലാതെ കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. നമ്മൾ എടുത്ത് വെച്ച സാധനങ്ങളെല്ലാം ഒരു 2-2.5 മണിക്കൂറെങ്കിലും മിനിമം മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ബദാം വേണമെങ്കിൽ നമുക്ക് തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കാം. പിന്നെ ഡേറ്റ്സ് ഒക്കെ ഒരു അരമണിക്കൂറോളം പാലിൽ കടന്ന് ഒന്ന് കുതിർന്ന് കിട്ടിയാൽ മതി. നമുക്ക് ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചാൽ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കൂടുതൽ ബദാമുണ്ട്. ആക്ച്വലി ഇത്രയും വേണ്ട. ഞാനിപ്പോൾ വേറൊരു ആവശ്യത്തിനും കൂടി എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. ഇത്രയും വേണ്ട. ഒരു 10-15 ബദാമിൻ്റെ അത്ര മതിയാവും. ബദാമിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് തരാമെന്ന് പറഞ്ഞ് ഒരാൾ വന്നിട്ടുണ്ട്. ആളിപ്പോൾ എന്തായാലും അതൊക്കെ തൊണ്ട് കളയട്ടെ. അപ്പോഴേക്കും നമുക്ക് വേറൊരു സാധനം റെഡിയാക്കാനാണ്. നിങ്ങളുടെ കയ്യിൽ ബദാമില്ല അല്ലെങ്കിൽ ബദാം വെച്ചിട്ട് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ സെയിം റെസിപ്പി തന്നെ നമുക്ക് കാഷ്യൂ വെച്ചിട്ടും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ തലേദിവസം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചാൽ മതി. നമ്മുടെ ഡേറ്റ്സ് ഒക്കെ ഈ സമയം കൊണ്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ആ പാലോട് കൂടി മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് അരച്ചു കൊടുക്കാം കേട്ടോ. ഡേറ്റ്സ് മിക്സിയിൽ നന്നായിട്ട് അരച്ചു വന്നപ്പോഴേക്കും നമ്മുടെ ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 1/4 കപ്പോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുറച്ച് ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. കാഷ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് സെയിം പ്രൊസീജിയർ കാഷ്യൂ വെച്ചിട്ട് ഡേറ്റ്സ് ആയിട്ട് നന്നായിട്ട് അരച്ചു വയ്ക്കാം. നമ്മൾ അരച്ചു വെച്ച മിക്സോടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് പാനിലേക്ക് ഒരു 2.5 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ അവിടെ കിടന്ന് തിളച്ച് വരാറാകട്ടെ. തിളച്ച് വരുന്ന ഒരു ബബിളായിട്ട് വരുന്ന സ്റ്റേജ് ഉണ്ടല്ലേ, ആ സ്റ്റേജ് വരെ നമുക്ക് വലിയ പരിപാടിയില്ല. ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുത്താൽ മതി. ആ സമയം കൊണ്ട് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. രാവിലെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വൈകുന്നേരം ഒരു ചായയുടെ നേരൊക്കെ ആകുമ്പോഴേക്കും ചായ കുടിക്കുന്നതിന് പകരം നമുക്കത് കുടിക്കുകയും ചെയ്യും. ഹെൽത്തി ആയിട്ട് നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഹെൽത്തിയുമാണ്. പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ ചായ, പാൽ, കാപ്പി അതൊക്കെ കൊടുക്കുന്നതിന് പകരം ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടവുമാവും. പിന്നെ ഷുഗറൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് നല്ല ഹെൽത്തിയുമായിരിക്കും. ഈ പാലൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഒരു 1/2 കപ്പ് ഓഫ് പാലെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നിങ്ങൾക്ക് കോൺഫ്ലോർ, കസ്റ്റാർഡ് പൗഡർ ഇതൊന്നും ആഡ് ചെയ്യുന്നെങ്കിൽ 1 ടീസ്പൂൺ അരിപ്പൊടി ആയാലും ഇട്ട് കൊടുത്താൽ മതി. അരിപ്പൊടിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ ഇട്ട് കൊടുക്കണം. എത്ര തിളക്കാനായിട്ട് നിൽക്കരുത്. ഒരു പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി പാല് ബബിളായിട്ട് വരുന്ന സമയത്ത് നമ്മളതിൽ നേരത്തെ അരച്ച് വെച്ച മിക്സ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പാൽ വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ കുറച്ച് പാലെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. വേറെ പാൽ ആഡ് ചെയ്യേണ്ട. ഇത് ഈ തിളച്ച് വന്ന പാലിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് 2 സ്പൂൺ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അല്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച കസ്റ്റാർഡ് മിക്സ് അല്ലെങ്കിൽ കോൺഫ്ലോറിൻ്റെ മിക്സ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കൈ വിടാതെ നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇനി നമ്മൾ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആവുകയും വേണം. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച് കൊടുത്ത കസ്റ്റാർഡോ അല്ലെങ്കിൽ കോൺഫ്ലോറിൻ്റെ മിക്സോ ഒന്ന് നന്നായിട്ട് കുക്കായിട്ടും വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനങ്ങനെ ഭയങ്കരമായ മധുരമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വേറെ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു മധുരവും ഉണ്ടാവും. പക്ഷേ ഞാനിവിടെ അതൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഒന്ന് കുറുകി വറ്റി വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ടാണ് ഞാൻ വേറൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ ടെക്സ്ചർ നോക്കി നല്ല ക്രീമി ആയിട്ട് വന്നിട്ടില്ലേ. ഇനി അതൊരു മിനിമം ഒരു 1-1.5 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തതാണ്. അപ്പോഴേക്കും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കസ്കസും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കസ്കസ് ഞാൻ ചിയാ സീഡും കൂടി ആഡ് ചെയ്തു. രണ്ടും കൂടി ഇതിലേക്ക് നമ്മുടെ ഡ്രിങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഈവൻ ഷുഗർ പേഷ്യൻസിനായാലും കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്കാണ്. ഇതുപോലെ ചൂട് പോലെയുള്ള സമയത്ത് ഇതുപോലത്തെ ഒരു ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇത് കഴിക്കുകയാണെങ്കിൽ നല്ല റിഫ്രഷിംഗ് ആണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി നോമ്പ് തുറക്കുന്ന ടൈമിലായാലും സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. ഇനി ഞാനത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വേറെ ഒന്നും ഇതിൻ്റെ ഇടയ്ക്ക് പ്രത്യേകിച്ച് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി നട്ട്സൊക്കെ അരച്ചിട്ടേക്കുന്നത് കാരണം ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരു ഗാർണിഷിംഗ് എന്ന് പറഞ്ഞവരെ ഞാൻ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് നട്ട്സ്, ബദാം പീസസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ഒരു കളർഫുൾ ആവാനായിട്ട് ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ ചെറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ നട്ട്സ് നമുക്ക് ഡ്രിങ്ക്സിൽ ലാസ്റ്റ് നമ്മൾ ചിയാ സീഡൊക്കെ മിക്സ് ചെയ്ത സമയത്ത് നമ്മൾ വേണമെങ്കിൽ നട്ട്സുകൾ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെയും മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതൊന്നും കൂടി ഹെൽത്തിയോ അല്ലെങ്കിൽ ഹെവിയോ ആക്കണമെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സുകൾ, പൊമോഗ്രാനൈറ്റ് അല്ലെങ്കിൽ ബനാന, ആപ്പിൾ എന്തെങ്കിലും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും സെർവ് ചെയ്തു. അങ്ങനെ സെർവ് ചെയ്താലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പ്ലെയിൻ ആയിട്ട് തന്നെയാണ് സെർവ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.